Hi friends, നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞ മാതിരി ഞാൻ എൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങാണ്. അല്ല ഫസ്റ്റ് ക്ലാസ്. അതിൻ്റെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഓട്ടോഡെസ്ക് പവർ മിൽ പ്രീമിയം 2019 ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് സോഫ്റ്റ്വെയർ തുറക്കാം. ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അബൌട്ട് വർക്ക് പ്ലെയിൻ, പിന്നെ ബ്ലോക്ക് ക്രിയേഷൻസ്. ഇതാണ് ബ്ലോക്ക്. അതായത് നമ്മളൊരു റോ മെറ്റീരിയൽ സൈസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, ആ റോ മെറ്റീരിയൽ എത്ര വെക്കണം, ഏതൊക്കെ ടൈപ്പ് റോ മെറ്റീരിയൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. പിന്നെ വർക്ക് പ്ലെയിൻ, ടൈപ്സ് ഓഫ് വർക്ക് പ്ലെയിൻ, ഇത് രണ്ടാണ് ഫസ്റ്റ് ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഫസ്റ്റ് ചാപ്റ്റർ ഇതിനെപ്പറ്റി ബ്രീഫായിട്ട് പറയുന്നതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ 1 by 1 ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ജോബ് ഇതിലേക്ക് കൊണ്ടുവന്നാലേ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഓട്ടോഡെസ്കിൻ്റെ തന്നെ മോഡലിംഗ് സോഫ്റ്റ്വെയറായ പവർ ഷേപ്പിൽ പോവാം. അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പ്രോഗ്രാമിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇത് പറഞ്ഞു തരുന്നതാണ്. അപ്പം നമ്മളൊരു സിമ്പിൾ ഒരു ബ്ലോക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ബ്ലോക്ക് മീൻസ് നമ്മൾ റെക്റ്റാങ്കിളോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിന് നമ്മൾ ഒരു സോളിഡായി കൺവേർട്ട് ചെയ്ത് നമ്മൾ ഇതിനെ മെഷീനിങ്ങിലേക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഇതൊക്കെ ഞാൻ എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട. ഈ എന്താണ് എക്സ്പോർട്ട്, എങ്ങനെ എക്സ്പോർട്ട് എന്നൊക്കെ ഞാൻ കാണിച്ചുതരാം. ആദ്യം നമുക്ക് ഒരു ബേസിക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻട്രഡക്ഷനാണ്. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഇമ്പോർട്ട് ചെയ്യുന്നതും എന്താണ് ഇമ്പോർട്ടിംഗ് എന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മളൊരു ബ്ലോക്ക്, നമ്മളൊരു സ്ക്വയർ ബ്ലോക്കാണ് ഫസ്റ്റ് മെഷീനിങ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ട് ചെയ്ത് ജസ്റ്റ് ബേസിക്കിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇമ്പോർട്ട് ചെയ്ത് ഫസ്റ്റ് ഇൻട്രഡക്ഷൻ, നമ്മൾ ഒരു ജോബ് ഇതിൽ ഇമ്പോർട്ട് ചെയ്ത് എങ്ങനെ നമ്മുടെ പ്രൊജക്റ്റ് നമുക്ക് സേവ് ചെയ്യാമെന്നുള്ളത്. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതാണ്. അതായത് ഫയൽ പോയി കഴിഞ്ഞാൽ സേവ് ഉണ്ട്, സേവ് ആസ് ഉണ്ട്, ഓർ ടൂൾ ബാറിൽ സേവ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എവിടെയാണോ ഈ പ്രോജക്റ്റ് സേവ് ചെയ്യേണ്ടത് ഒരു ഡെസ്ക്ടോപ്പിൽ, ഇപ്പോൾ ഞാനൊരു ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യാണ്. പവർ മിൽ ക്ലാസ് 1. അതിൽ ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം പവർ മിൽ ക്ലാസ് 1. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ജോബ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ജോബിനെ സേവ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫയൽ സേവ്, നെക്സ്റ്റ് സേവ് ആസ്. നെക്സ്റ്റ് ടൂൾ ബാറിൽ ഇവിടെ പോയിട്ട് സേവ് ഓപ്ഷൻ. ഇപ്പോൾ ഓൾറെഡി സേവ് ആയതുകൊണ്ട് ആ പ്രൊജക്റ്റിൽ അത് സേവ് ആണ്, പവർ മിൽ 1. ഇനി നമ്മൾ ഫസ്റ്റ് ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വർക്ക് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യണം. ഇതിൽ വർക്ക് പ്ലെയിൻ എന്ന് വെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അതിൽ വർക്ക് പ്ലെയിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ വർക്ക് പ്ലെയിൻ റൈറ്റ് ക്ലിക്ക് അടിക്കുക, വർക്ക് പ്ലെയിൻ്റെ മേലെ കൊണ്ടുവെക്കുക, ഐക്കൺ റൈറ്റ് ക്ലിക്ക് അടിക്കുക, ക്രിയേറ്റ് വർക്ക് പ്ലെയിൻ. അപ്പം നമുക്ക് ഇവിടെ കാണാം വർക്ക് പ്ലെയിൻ ക്രിയേറ്റ് ആയിരിക്കുന്നു. അപ്പം വർക്ക് പ്ലെയിൻ ഇപ്പം ഇവിടെ ക്രിയേറ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെഡ് അപ്പ് വൈ ദിസ് ഡയറക്ഷൻ ആൻഡ് എക്സ്. നമ്മൾ ജോബ് എങ്ങനെയാണോ CNC മെഷീനിൽ സെറ്റ് ചെയ്യുന്നത് അതേപോലെ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്ന മാതിരി സെയിം ആയിരിക്കണം CNC മെഷീനിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയ മോഡലിൻ്റെ അകത്ത് ഇവിടെ ആയിരുന്നു വർക്ക് പ്ലെയിൻ. അപ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വർക്ക് പ്ലെയിൻ ക്രിയേറ്റ് വർക്ക് പ്ലെയിൻ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കിപ്പം ഈ ബ്ലോക്കിൻ്റെ സെൻറ്റർ
എക്സ് വൈ സെൻറ്റർ അല്ലെങ്കിൽ ഈ ടോപ്പ് ഫേസ് 0 ആണ് നമുക്ക് ബ്ലോക്ക് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടി വർക്ക് പ്ലെയിനിൽ പോവാം, ബ്ലോക്ക് ഫുൾ സെലക്ട് ചെയ്യുക, അതിൽ ക്രിയേറ്റ് വർക്ക് പ്ലെയിൻ, ക്രിയേറ്റ് ആൻഡ് ഓറിയൻറ്റേറ്റ് വർക്ക് പ്ലെയിനിൽ ഓപ്ഷനിൽ പോയിട്ട് ഫസ്റ്റ് ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് വർക്ക് പ്ലെയിൻ ആണ്. അതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ടോപ്പ് ഓഫ് സെലക്ഷൻ, വർക്ക് പ്ലെയിൻ അറ്റ് ടോപ്പ് ഓഫ് സെലക്ഷൻ. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ വർക്ക് പ്ലെയിനിൽ പോവുക, ഏതാണ് വർക്ക് പ്ലെയിൻ നമുക്ക് ഉപയോഗിക്കേണ്ടത്, ജോബിന് ഉപയോഗിക്കേണ്ട ആ വർക്ക് പ്ലെയിനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആക്റ്റീവ് കൊടുത്താൽ മാത്രമേ ആ വർക്ക് പ്ലെയിൻ ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്വാഭാവികമായിട്ട് കാണാം, ഇതിപ്പോൾ സെൻറ്ററാണ്, ഈ ബ്ലോക്കിൻ്റെ സെൻറ്ററിലാണ് വർക്ക് പ്ലെയിൻ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കൊരു വർക്ക് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ബ്ലോക്ക് ഫുൾ സെലക്ട് ചെയ്യുക, ദെൻ അഗൈൻ ഗോ ടു ക്രിയേറ്റ് ആൻഡ് ഓറിയൻറ്റ് വർക്ക് പ്ലെയിൻ, അതിൽ ബോട്ടം ഓഫ് സെലക്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ തേർഡ് ആണ് അങ്ങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ തേർഡിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പം ഞാൻ വയർ ഫ്രെയിമിൽ കാണിക്കാം. വയർ ഫ്രെയിമിൽ കാണുന്നതാണ്. ഇപ്പോൾ ബോട്ടമാണ് നിങ്ങളെ സെറ്റ് 0, എക്സ് ആൻഡ് വൈ ബ്ലോക്ക് സെൻറ്ററിലാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇതിൽ 10-12 ടൈപ്പ് വർക്ക് പ്ലെയിൻസ് ഉണ്ട്. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ 2 വർക്ക് പ്ലെയിൻസ് ആണ്. അപ്പം നമുക്ക് ഇന്ന് യൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് വർക്ക് പ്ലെയിൻ നമുക്ക് യൂസ് ചെയ്തിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടാക്കാം. അപ്പോൾ ബ്ലോക്കിൻ്റെ ഇതിന് നമുക്ക് റീനെയിം ചെയ്യാൻ പറ്റും. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം ഓപ്ഷനിൽ ടോപ്പ്, നമുക്ക് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ടോപ്പ് എന്ന് കൊടുക്കാം. നെക്സ്റ്റ് ഇതിനെ ആക്ടിവേറ്റ് ചെയ്ത് അതിന് നമുക്ക് ബോട്ടം എന്ന് കൊടുക്കാം. അപ്പോൾ 2 വർക്ക് പ്ലെയിൻ നമുക്ക് ഏതാണോ വർക്ക് പ്ലെയിൻ വേണ്ടത് അതിനനുസരിച്ചിട്ട് വയ്ക്കാം. പക്ഷേ അത് ആക്ടിവേറ്റ് ആയാൽ മാത്രമേ ആ ഒരു വർക്ക് പ്ലെയിനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. ബ്ലോക്കിൻ്റെ ഷെയ്ഡിങ്, അങ്ങനെ 8 ഐറ്റംസ് നമ്പർ ഓഫ് ഷെയ്ഡിങ് വരെയുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡ് ചാപ്റ്ററിൽ. പ്ലസ് ഇത് വയർ ഫ്രെയിം ആണ്, വയർ ഫ്രെയിം വ്യൂവിൽ കാണുന്നത്. പിന്നെ ബ്ലോക്ക് ഓൺ ഓഫ്, ആ ബ്ലോക്ക് എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ബ്ലോക്ക് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ ബ്ലോക്കിൽ ഇവിടെ മേലെ ഒരു ഓപ്ഷൻ ഉണ്ട്, ടൂൾ ബാറിൽ 1 2 3 ടൂൾ ബാർ ഫയലിൻ്റെ നെക്സ്റ്റ് ആയിട്ട് ഹോമിൻ്റെ താഴത്ത് ക്രിയേറ്റ് സെറ്റിംഗ്, ക്രിയേറ്റ് വർക്ക് പ്ലെയിൻ, അതിൻ്റെ 4ാമത്തെ ഓപ്ഷനാണ് ബ്ലോക്ക് ക്രിയേഷൻ. അപ്പം ഈ ബ്ലോക്ക് ക്രിയേഷനിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് 1 2 3 4 5 6 7 8 ടൈപ്പ് നമുക്ക് ബ്ലോക്ക് ക്രിയേഷൻ ഉണ്ട്. ഇപ്പം നമ്മളത് ഒരു സ്ക്വയർ പീസാണ്, സ്ക്വയർ ജോബാണ്. അപ്പോൾ നമ്മൾ സ്ക്വയർ ജോബ് ആയതുകൊണ്ട് നമ്മളിവിടെ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ബോക്സ് ടൈപ്പിലാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ റൗണ്ട് ജോബാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു ബോക്സ് ടൈപ്പിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഇതിൽ കാണാം, ഞാൻ X0 XY Z എല്ലാം ഇവിടെ കാണാം. പിന്നെ നമ്മളിവിടെ ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വിസിബിളായിട്ട് കാണാവുന്നതാണ്. ഇവിടെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട്. നമുക്ക് ഇവിടെ താഴത്ത് ഒപ്പാക്സിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ മാറ്റുന്ന അനുസരിച്ചിട്ട് ഈ ബ്ലോക്കിൻ്റെ തിക്നെസ് വിടുത്ത് നമുക്ക് വിഷ്വലി കാണാൻ വേണ്ടിയിട്ടുള്ള അത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റാം. ഒപ്പാസിറ്റിയിൽ വെച്ച് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇപ്പം നിങ്ങൾ കണ്ടോ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്ലോക്കിന് എക്സാക്ട്ലി 86 ലെങ്ത്തിൽ ബ്ലോക്കും 52. പക്ഷെ നമുക്ക് നോർമലി ഒരു ജോബ് വരുമ്പോൾ അത് എക്സ്ട്രാ ലെങ്ത്ത് വിഡ്ത്തിലുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 86 ഉള്ളത് 90 ആക്കാം, 52 ഉള്ളത് 60 ആക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നെ ക്ലിയർ ആയിട്ട് കാണാം ഇവിടെ ബ്ലോക്ക് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് എക്സ്പാൻഡ് ആയി പെർ സൈഡ് 43 mm എക്സ്പാൻഡ് ആയിട്ടുണ്ട്. അതേമാതിരി സെറ്റിൽ നിങ്ങൾക്ക് -150 കൊടുത്ത ബ്ലോക്കിൻ്റെ താഴെ പോവും. ചിലപ്പോൾ മെറ്റീരിയൽ സൈസ് കൂടുതലുണ്ട്, നിങ്ങൾക്ക് വിത്ത് ബ്ലോക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അതിൽ കുറവാണെങ്കിൽ -80 കൊടുത്താൽ
80 ഉള്ളൂ മെറ്റീരിയൽ എങ്കിൽ അപ്പം അങ്ങനെ ചെയ്യാം. ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇവിടെ നെക്സ്റ്റ് ഇവിടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ടോളറൻസ് ജസ്റ്റ് കീപ് 10 മൈക്രോൺ അല്ലെങ്കിൽ 1 മൈക്രോൺ അല്ലെങ്കിൽ 100 മൈക്രോൺ. നമുക്കിപ്പോൾ 10 മൈക്രോണിൽ കൊടുക്കാം. അപ്പം നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ എക്സ്പ്രഷൻ അവിടെ നമ്മൾ പോയിട്ട് 8 mm എക്സ്പാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8 mm ഓവറോൾ ബ്ലോക്ക് സൈസ് എക്സ്പാൻഡ് ആയിട്ട് വരും. സെഡിലും നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം. സെഡ് എക്സ് വൈയിൽ ഇവിടെ അതിൻ്റെ ചേഞ്ചസ് വരുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് എക്സിൽ മാത്രം എക്സ്പാൻഡ് ചെയ്താൽ മതിയെങ്കിൽ 0 ആക്കി. എക്സിൽ മാത്രമാണെങ്കിൽ ഇതിലിവിടെ ലോക്ക് ഉണ്ട്. സെഡിൽ ലോക്ക് ചെയ്യാം, എക്സിൽ ലോക്ക് ചെയ്യാം, ഓൺലി വൈയിൽ ലോക്ക് ചെയ്യാം. എക്സിൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് 10. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടാണ് എക്സിൽ മാത്രം എക്സ്പാൻഡ് ചെയ്യും. ഈ വൈ മൈനസിൽ മാത്രം എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എക്സിലും വൈയിലും മാത്രമാണെങ്കിൽ അവിടെ ഈ ലോക്ക് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇതെല്ലാം നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ഇന്നത്തെ ബ്ലോക്ക് ക്രിയേഷൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വർക്ക് പ്ലെയിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. കാരണം വർക്ക് പ്ലെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് സംശയം ഉണ്ടാവും ഇതെങ്ങനെയാണ് വർക്ക് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ വരിക, എന്ത് സംശയം ചോദിക്കുക, ഞാൻ അതിനുള്ള നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അത് നിങ്ങൾക്ക് റിപ്ലൈ തന്ന് മനസ്സിലാവില്ല എന്ന് എനിക്ക് ഉള്ളൊരു ചോദ്യമാണെങ്കിൽ അത് ഞാനൊരു വീഡിയോ ഇതേമാതിരി സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. എന്ത് ഡൗട്ടും നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. കാരണം എല്ലാം ഒരു ദിവസം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും. 1 by 1 ആയിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യാണ്. അടുത്ത ചാപ്റ്റർ ഞാൻ എവരി 1-2 ഡേയ്സിനുള്ളിൽ, മാക്സിമം നോട്ട് 2 days 1 ഡേയ്നുള്ളിൽ ഈ ചാപ്റ്റേഴ്സൊക്കെ ഞാൻ ഓരോരോ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമ്മളെ ചാപ്റ്ററിൽ വരാൻ പോകുന്നത് ഈ ഷെയ്ഡിങ്ങിനെ പറ്റിയിട്ടും ഈ ബ്ലോക്കിൻ്റെ ബ്രീഫ് പിന്നെ വർക്ക് പ്ലെയിൻ ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം ബാക്കിയുള്ള ഓരോ ടൂൾ ബാറായിട്ട് ഇതിൻ്റെ ടൂൾ ബാർ എങ്ങനെയാണ്, ടൂൾ കണക്ഷൻസ്, ഓരോ ടൂളിൻ്റെ കണക്ഷൻസും, റാപ്പിഡ് ഹൈറ്റ്സ് എങ്ങനെ ടൂൾ സെറ്റ് ചെയ്യണം, പിന്നെ ടൂളിൻ്റെ ജോമെട്രീസ്, നമ്മൾ എന്തൊക്കെ ടൈപ്പ് ടൂൾ നമ്മൾ യൂസ് ചെയ്യണം, എന്താണ് ടൂളിൻ്റെ യൂസ്, എൻമിൽ കട്ടറിൻ്റെ യൂസ് എന്താണ്, എല്ലാം ഞാൻ വളരെ ക്ലിയർ ആയിട്ട്, പിന്നെ നമ്മൾ 1 by 1 ആയിട്ട് ഇതിൽ കാണുന്ന ഫിനിഷിങ്, റഫിങ്, ടൂൾ പാർട്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക.